ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ബ്രെഡ് പോള ചിക്കൻ ബ്രെഡ് പോള ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ അതിൻ്റെ റെസിപ്പി ഇടാൻ. ഞാൻ വലിയൊരു കുക്കൊന്നും അല്ലെങ്കിലും ഇത് നല്ലൊരു സാധനമാണ്, നമുക്ക് കഴിക്കാൻ നല്ല ഫില്ലിംഗ് ആണ്. വൈകിട്ട് ഡിന്നറോ ഉച്ചയ്ക്ക് ഏത് സമയത്തായാലും അത്യാവശ്യം നല്ല ഫില്ലിംഗ് ഉള്ളൊരു സാധനമാണ്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ഈസിയാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടം ഉണ്ടാവേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പം ഈ ഷോപ്പിങ്ങും ഗ്രോസറിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഫ്രൈഡേ അല്ലേ, വീക്കെൻഡൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഓർത്ത് ബ്രെഡ് പോള ഉണ്ടാക്കാമെന്ന്. ഞാൻ കുറേ നാളായി ഇപ്പോൾ ഉണ്ടാക്കിയിട്ട്. കാര്യം ഹസ്ബൻഡിന് കേക്കൊന്നും ഇഷ്ടമല്ല ആയിരുന്നില്ല. അപ്പോൾ കേക്കിന് പകരം ആളുടെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ ഈ ബ്രെഡ് പോള ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബ്രെഡ് പോള അങ്ങനത്തെ കാര്യങ്ങൾ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ പോയപ്പോൾ കുറച്ച് ചിക്കൻ ബ്രസ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് പോള ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വേഗമായിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. കറക്റ്റ് വേണ്ടി കുക്കിങ്ങൊന്നും ഞാൻ അങ്ങനെ അത്ര വലിയ കുക്ക് ചെയ്യണ ആളൊന്നുമല്ല. എന്നാലും ഇന്ന് ഞാൻ ബ്രെഡ് പോള ഉണ്ടാക്കണ കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഈ ബ്രെഡ് പോള ഉണ്ടാക്കണത് വൈറ്റ് സോസിലാണ് ഉണ്ടാക്കണത്. മറ്റേ അല്ലാതെ സാധാ ഇതുപോലെ മറ്റേ മുളകും മല്ലിയും മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കിയിട്ടും ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഇന്ന് മറ്റേ വൈറ്റ് സോസിലാണ് ഉണ്ടാക്കണേ. അത് കുറച്ചും കൂടെയും ഇഷ്ടം തോന്നി, അത് കാരണം വൈറ്റ് സോസിലാണ് ഉണ്ടാക്കണത്. അതിന് വേറെ ഒന്നുമില്ല, ഒരു 150 ഗ്രാമൊക്കെ മറ്റേ ചിക്കൻ മതി. നമ്മൾ സാധാരണ 450-ൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയാൽ ഒരു 150 ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രാവശ്യത്തേക്ക് ഇഷ്ടം പോലെ. ഞാൻ എൻ്റെ ബാറ്റർ, അതായത് ഫില്ലിംഗ് ഉണ്ടല്ലോ, ഫില്ലിംഗ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നത്തെ ദിവസത്തേക്ക് പിള്ളേർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മറ്റേ എന്താ പറയുക സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു 150 to 200-ൻ്റെ അടുത്ത് ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസായിട്ട് ക്യൂബ് പോലെ ആക്കിയിട്ടേ അത് പീസാക്കിയിട്ട് ജസ്റ്റ് അത് മാരിനേറ്റ് ചെയ്ത് വെക്കും. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കുറച്ച് മറ്റേ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് തിരുമ്പി കുറച്ച് നേരം വെക്കും. ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എടുത്ത് വെച്ചാൽ എത്ര നേരം എടുത്ത് വെച്ചാൽ അരമണിക്കൂർ എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. ഇത് ഞാൻ ഇങ്ങനെ ക്യൂബ്സായിട്ട് വെച്ച ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ഒരു 1/4 ടീസ്പൂണൊക്കെ ഉള്ളൂ ചുവന്ന മുളകും ഇട്ടിട്ട് ഒരു ലെമണിൻ്റെ ചെറിയ 1-2 തുള്ളി ജ്യൂസും ഒഴിച്ചിട്ട്, ലെമണിൻ്റെ 2-3 തുള്ളി ഒഴിച്ചിട്ടുള്ളൂ. അതൊഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് ഒന്ന് ഞാനിതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നൊരു പാത്രത്തിലിട്ടിട്ടൊന്ന് ജസ്റ്റ് വേവിക്കും കേട്ടോ. ഇപ്പം ഞാൻ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതായത് കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരു 10-15 മിനിറ്റ് ഞാൻ മറ്റേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ജസ്റ്റ് ഈ വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഞാൻ ഒരു പാത്രത്തിലിട്ടിട്ട് ഇത് ചെയ്യും, ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിലിൽ ഒന്ന് വലിയ ഫ്രൈ ചെയ്യാമെന്നില്ല, നല്ലപോലെ ഫ്രൈ ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ പോലെ അങ്ങനെ എടുത്ത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്യാറ്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് വെറുതെ വേവിച്ചിട്ട് ഇതുപോലെ വേവിച്ചിട്ട് അത് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലും കുഴപ്പമില്ല. പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നു മറ്റേ ഒന്ന് ഓയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ അതിൽ വെള്ളം വറ്റിയതിന് ശേഷം ഞാൻ അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് മാറ്റി ആ ചിക്കനെ ഒന്ന് മാറ്റി വേറെ പാത്രത്തിലാക്കിയിട്ട് അതിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചു. ആ ഓയിൽ ഒഴിച്ചിട്ട് ആ ചിക്കൻ തന്നെ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ പോലെ ചെറുതായിട്ടൊരു 2 സ്പൂണ് ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഫ്രൈ ആക്കൽ കഴിഞ്ഞു. ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഞാൻ വെള്ളം വറ്റിയതിന് ശേഷം എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ മുരിച്ചെടുത്തു കേട്ടോ. ഇനി അങ്ങനെ ഞാനതിനെ ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു വേറെ ബൗളിലേക്കാക്കി വെച്ചു കേട്ടോ. ഞാനെപ്പോഴും ഈ കിച്ചൺ ടിഷ്യൂ എടുത്തിട്ട് അതിലാണ് ഈ ഫ്രൈ ചെയ്തതൊക്കെ വയ്ക്കുക. അത്രയ്ക്കും കുറച്ചും കൂടി എണ്ണ അതിനകത്ത് കൊട്ടയെന്ന് ഓർത്തിട്ട് ടിഷ്യൂ വെച്ചിട്ട് ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്ത സാധനങ്ങൾ വെക്കാറ്. ചൂടാറുമ്പോൾ ഞാൻ അത് മറ്റേ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ.
ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട്. ഈ ഗ്രീൻ ചില്ലി വാങ്ങി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാനത് അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അടിയിലൊരു ഇപ്പം ഞാൻ ചിക്കൻ ഉണ്ടല്ലോ അത് ഞാൻ മറ്റേ ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് പ്രസ് ബട്ടണിൽ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് കറക്കി. അപ്പോൾ അത് ഇങ്ങനെ ഇത്തിരി വലിയ പീസ് ഉണ്ടെങ്കിലും നല്ലപോലെ ഇതാക്കണ്ട, ഇങ്ങനെ പീസൊക്കെ ആയിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒനിയനൊക്കെ സോർട്ട് ചെയ്യാനായിട്ടൊരു എളുപ്പപ്പണി എപ്പോഴും ചെയ്യണതാണ്. ഒനിയനും ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പീസ് ഏതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒരു സ്വല്പം ഓയിൽ, ഏത് ഓയിലാണ്, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, മറ്റേ സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഓയിൽ, അതെല്ലാം ഒന്ന് ഉപ്പും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്മിയിട്ട് ഓവനിൽ വയ്ക്കും. ഓവനിൽ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായി പെട്ടെന്ന് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിരിക്കും. ഇനി ഒരുപാട് മൊരിയണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 മിനിറ്റ് വെക്കാം. 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്യാനാണെങ്കിൽ പെട്ടെന്നാവും. അങ്ങനത്തെ കുറച്ച് ഞാൻ വീഡിയോ ഒന്നും എടുത്ത് അത്രയും ഇതിലെൻ്റെ കൈയൊക്കെ അതിനകത്ത് പെട്ടു. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ടൈം കുറച്ചും കൂടി ലാഭിക്കാം. അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഇങ്ങനെ ഇളക്കി നിൽക്കണ്ടല്ലോ. ഇപ്പം ഞാനിത് ഇട്ടിട്ടുള്ളൂ. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങി. അല്ലാണ്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഇതിട്ട് ഇളക്കി അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി തുടങ്ങി. ഒരു ട്രാൻസ്പെറൻസി കളറില്ലേ, ആ കളറിലേക്കൊക്കെ വന്നാൽ മതി. ബ്രൗൺ കളറും എന്താ പറയുക, ഗോൾഡൻ ബ്രൗൺ എന്നൊന്നും പറയുന്ന പോലത്തെ ഒരു കളറൊന്നും ആവശ്യമില്ല അതിന്. ഇനിയിപ്പോൾ ആ ചിക്കൻ എടുത്തിട്ട് ഇതിനകത്ത് ഞാൻ ഈ പൊടി ഇടും കേട്ടോ, കുരുമുളക് പൊടി ഇടും. പിന്നെ മുളകൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇടാം, എത്രയാണെന്ന് വെച്ചാൽ. കുരുമുളക് പൊടി ഇടും, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, കുറച്ച് മല്ലിപ്പൊടി ഇടും. ഇനിയിപ്പോൾ ഞാൻ ചുവന്നമുളകൊന്നും ഇടുന്നില്ല. പിന്നെ കുറച്ച് ഗരം മസാലയും പച്ചമുളകിൻ്റെ കുത്തൽ വരുന്നുണ്ട്. ഞാനിവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാനൊന്നും ഇടാതെ ഇപ്പോൾ കിച്ചണിലൊന്നും നിൽക്കാൻ പറ്റില്ല, ചൂടാണ്, നല്ല ചൂടാണ്. സെപ്റ്റംബർ ഒരു മിഡ് വരെയും ഇങ്ങനെ ചൂട് തന്നെയാണ്. അപ്പോൾ ഫാനൊന്നും ഇട്ടില്ലെങ്കിൽ വേർത്തൊഴുകും, അല്ലെങ്കിൽ വേർത്തൊഴുകും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് തന്നെ ഇട്ടിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അധികം മസാലാസ് ഒന്നും ഇതിന് വേണ്ട, വൈറ്റ് സോസ് ഉണ്ടല്ലോ ഓൾറെഡി. പിന്നെ പെപ്പർ പൊടി, കുരുമുളക് പൊടി എത്രയാണ്, ഒരു സ്പൂണ്. ഞാൻ എൻ്റെ കൈ അങ്ങനെ ആ സ്പൂൺ കൊണ്ട് ഒരു സ്പൂൺ ഇട്ടു, ചെറുത്. ഈ സ്പൂൺ കൊണ്ട് ഒരു സ്പൂണ് പെപ്പർ പൊടി ഉണ്ടല്ലോ, ആ ചിക്കൻ ഇതിലേക്ക് ഇടാം കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു രീതിക്കനുസരിച്ച് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞാനിതിൽ ബട്ടർ ഒരു 2 സ്പൂണ് 2 സ്പൂണ് എന്ന് പറയാനില്ല, ഒരു സ്പൂണൊക്കെ ബട്ടർ ഇട്ടുണ്ടാവും കേട്ടോ. ഇതിൽ ഇനി നമുക്ക് ഒരു 2 വെളുത്തുള്ളിയുടെ, ഇവിടെ വലിയ വെളുത്തുള്ളിയെ കിട്ടുക. അപ്പോൾ അതിൻ്റെ 2 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെളുത്തുള്ളി ഇതിലിട്ട് കഴിഞ്ഞാൽ വൈറ്റ് സോസിന് കുറച്ചും കൂടി ഒരു നല്ലൊരു സ്മെല്ല് വരും. ഗാർലിക്ക് ഇട്ട് കഴിഞ്ഞാലേ പൊട്ടുന്നുണ്ട്, അതിട്ടാൽ കുറച്ചും കൂടി നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഞാൻ കണ്ടു കറക്റ്റ് 2 ഗാർലിക്കിൻ്റെ ഒരു വെളുത്തുള്ളിയുടെ വലിയ ഇതെടുത്തിട്ട് അതിനകത്ത് 2 അല്ലി എടുത്തു. എന്നിട്ട് ഇതിനകത്ത് ഇട്ടു. ചെറിയ തീയിൽ വെക്കണത് ബെറ്റർ കേട്ടോ, പെട്ടെന്ന് ഇത് സോട്ടായി കിട്ടും. അതായത് പെട്ടെന്ന് ബട്ടറൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ, അങ്ങനെ കരിഞ്ഞു പോകരുത്. ഇത് വെളുത്തുള്ളി അങ്ങനെ അത്യാവശ്യം സോട്ട് ചെയ്ത് അതിൻ്റെ നല്ലൊരു, അപ്പോൾ ബട്ടറും വെളുത്തുള്ളിയും കൂടി നല്ലൊരു സ്മെല്ല് വരും. അങ്ങനെ വെളുത്തുള്ളി മൊരിയുമ്പോൾ നമ്മൾ അതിനകത്ത് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. മൈദ ഇട്ട് മൊരിയിക്കും, നന്നായി മൊരിയിച്ചെടുക്കും. ഒരു ബ്രൗൺ കളർ, ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഉണ്ടോ. ഞാനിപ്പോൾ ഈ പാലുണ്ടല്ലോ, ഈ കപ്പിൽ ഒരു 1.25 കപ്പ് പാൽ ഇതിനകത്ത് ഒഴിച്ചു. ഗ്യാസ് ഓഫ് ചെയ്തിരിക്കട്ടെ. ഇനി ഇതിൻ്റെ കട്ടകളൊക്കെ പിടിച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കുള്ളൂ. അതിനകത്ത് ഞാൻ കുറച്ച് മറ്റേ ചീസിൻ്റെ ഒരു സ്ലൈസ്, മൊസറല്ല ചീസുണ്ട്, ഏതെങ്കിലും ഒരു ചീസ് ഇതിനകത്ത് ഇടും. അതൊക്കെ ടേസ്റ്റിന് വേണ്ടിയാണ്. ഇതൊക്കെ ഹെൽത്തി ആണെന്ന് ചോദിച്ചാൽ ഇതില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നുള്ള എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ചീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കട്ടകളൊക്കെ കട്ടകളൊക്കെ മാറ്റി ക്ലീനാക്കിയതിന് ശേഷം ഞാൻ അതിനകത്ത് ഇത് തിളച്ച് വരുമ്പോൾ ഇത്തിരി ചീസും കൂടി ഇടും. അത് കഴിഞ്ഞാൽ വൈറ്റ് സോസ് റെഡിയായി. ഇപ്പം ഞാനിത് ഗ്യാസ് ഓണാക്കി കേട്ടോ. ഗ്യാസ് ഓണാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഗാർലിക്കിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, മറ്റേ മൈദൻ്റെ കട്ടയൊക്കെ മാറി കേട്ടോ. ഇനി പെട്ടെന്ന് ഇത് കുറുകി വരും. ആ കുറുകാനത്ത് നമ്മൾ ചൂടാക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കുന്നത്. ഓൾമോസ്റ്റ് ഇത് ആയി തുടങ്ങി. ഇനി ഇതിനകത്ത് ഞാൻ മറ്റേ ചീസ് ഇടാൻ പോവാണ് കേട്ടോ. എല്ലാ ചീസും കൂടി ഇട്ടിട്ട് എന്താക്കുമോ എന്തോ അറിയില്ല, ഓവർ ടേസ്റ്റിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യണേ.
ചീസ് ഇടാറുണ്ട് നമ്മൾ. ഇതിൽ ചീസ് ഇടുമ്പോൾ ഇത്തിരി നല്ലതാണല്ലോ വെച്ചിട്ട് ഞാൻ ചീസും ഇടുന്നുണ്ട്, ഈ മൊസറല്ല ചീസും ഇടുന്നുണ്ട്, ഒരു സ്ലൈസും ഇടുന്നുണ്ട്. ഇത് ചീസൊന്നും ഇട്ടില്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ ഒറിഗാനോൻ്റെ ഈ ലാസ്റ്റ് ഒറിഗാനോ കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടാണ് പിന്നെ ഈ ചിക്കൻ ഇട്ട് ഇളക്കുക കേട്ടോ. എനിക്കിതേ കൈ ഇത് രണ്ടും പിടിച്ചിട്ട് ഇളക്കാനും ഇതിനും എല്ലാത്തിനും പറ്റണില്ല. ഇനി കുറച്ച് ശീലമായി പോകണം, എന്നാലേ പറ്റുള്ളൂ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാൻ പറ്റണില്ല. ഇത് ഒറിഗാനോ ഇടുന്നുണ്ട് കേട്ടോ. ഒറിഗാനോ ഇതിലിങ്ങനെ ഇത് അധികം വരാത്തത് കൊണ്ടാണ്. അധികം ഒന്നും ഇടണ്ട, കുറച്ചിട്ടാൽ മതി. പിന്നെ ഇതിനകത്ത് ഞാൻ ചിക്കനിൽ ഇത്തിരി ഉപ്പ് അത്യാവശ്യം ഉണ്ട്. അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഈ സോസിൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് ഇത് ആയിട്ടോ, ഈ വൈറ്റ് സോസ് ആയി. ഇനി ഞാൻ ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടില്ല. സാധാരണ ഉപ്പ് ഇടണം. എനിക്ക് മറ്റേ ചിക്കനിൽ ഇത്തിരി ഉപ്പ് കൂടിയ പോലെ തോന്നണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് ഉപ്പ് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഉപ്പ് ഇടുള്ളൂ. നിങ്ങൾ ഇത് ഇടുമ്പോൾ ഉപ്പ് ചിക്കൻ്റെ പാകമാണെങ്കിൽ ഉപ്പ് ഇതിനകത്തും ഇടണം കേട്ടോ ഉപ്പ്. ഇപ്പം ഞാൻ ഇതിനകത്തും ഞാനൊരു കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്, പൊടി, പെപ്പറിൻ്റെ പൊടി. കാര്യം ഇങ്ങനെ മട്ടയ്ക്കാനിട്ടിരിക്കാനായിട്ടേ കുറച്ച് എരിവുണ്ടാവുന്നത് നല്ലതാണ്. ഒറിഗാനോ ഇട്ടു. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി ഗ്യാസ് ഒന്നുകൂടെ വേണം. ഇനി ഈ ചിക്കൻ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇപ്പം എല്ലാ ചിക്കനും ഇതിലിട്ടിട്ട് ഇളക്കട്ടെ കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ വൈറ്റ് സോസിൽ ചിക്കനും ഇട്ട് ഇതാക്കി. ഇത് തനിയെ നമുക്ക് തിന്നാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പ് നിങ്ങൾ നോക്കണം കേട്ടോ. ചിക്കനിൽ വറക്കുമ്പോൾ ഉപ്പ് നോക്കുക. എനിക്കിപ്പോൾ ഇത് ഉപ്പ് പാകമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ ചിക്കനിൽ കുറച്ച് ഉപ്പുള്ള കാരണം കൊണ്ട് ബാക്കി എല്ലാത്തിലും കൂടെ ആയപ്പോൾ ഇപ്പോൾ കറക്റ്റായി. ഇത് നമുക്ക് സാൻഡ്വിച്ച് ആക്കാം കേട്ടോ. ബ്രെഡിൻ്റെ ഉള്ളിൽ സാൻഡ്വിച്ച് ആക്കി പിള്ളേർക്കൊക്കെ രാവിലെയോ വൈകിട്ടൊക്കെ ഈവനിങ്ങിലോ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതായിട്ട് കൊടുക്കാം, സ്നാക്കായിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇത് തന്നെ തനിയെ തിന്നാൻ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഞാനിവിടെ ബ്രെഡ് ഒരു 8 എണ്ണമൊക്കെ വേണം കേട്ടോ. ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട്, അപ്പോൾ അങ്ങനെ സൈഡ് കട്ട് ചെയ്തിട്ട് ഒരു 8 ബ്രെഡ് എടുക്കാം. 4 ബ്രെഡ് അടിയിലേക്കും 4 ബ്രെഡ് മുകളിലേക്കും എന്നുള്ള പോലെ എടുത്തിട്ട് ഈ 4 ഒരു മുട്ട മിക്സിയിലാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ. ഒരു മുട്ട ഓൾറെഡി ഇതിൽ ഒഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു 5 മുട്ട പ്ലസ് അതിനകത്ത് ആ മുട്ടയും കുറച്ച് പെപ്പർ പൊടി അതിനകത്ത് ഇടുന്നുണ്ട്, ഉപ്പ് ഇടുന്നുണ്ട്, ഒരിത്തിരി പാലും ഒഴിച്ചിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞു. ഞാനിപ്പോൾ ഇതിൽ ഒരു 5 മുട്ടയും പിന്നെ കുരുമുളക്, പിന്നെ കുറച്ച് പാല്, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇതിട്ടു. പിന്നെ വേണമെങ്കിൽ നമുക്ക് കോൺസ്റ്റാർച്ചോ മൈദയോ ഇതിന് ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ അത് ചേർത്തിട്ടില്ല. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാട്ടോ. പിന്നെ ഞാൻ ഈ ബ്രെഡും ഇവിടെ പീസാക്കി വെച്ചിട്ടുണ്ട്. പല വൈറ്റോ ബ്രൗണോ ഏത് ബ്രെഡായാലും നമുക്ക് കുഴപ്പമില്ല. അത് പീസാക്കി വെച്ചിട്ടുണ്ട്. അതിനി അതുമ്മേ ഇത് ചൂടായില്ലേ, ഇത് ചൂടാകുമ്പോൾ ഞാൻ കുറച്ച് ഇതിനകത്ത് ആ ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിനകത്ത് ആദ്യമേ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ബേസ് പോലെ ആയി ഓൾറെഡി. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഈ ബ്രെഡ് പീസസ് ഇതിൽ മുക്കി, കണ്ടോ, ഇതിൽ മുക്കുകയാണ്. ഇതിൽ മുക്കിയിട്ട് ഞാൻ വെക്കും. അടിയിൽ ഞാൻ ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതായത് ബട്ടർ വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വെക്കുക. ആക്കിയിട്ട് ഉള്ള ഗ്യാപ്പിലൊക്കെ വെച്ച് കൊടുക്കുക. എല്ലാ സൈഡിലും കണ്ടോ. ഈ ഫില്ലിങ് നമുക്ക് കറക്റ്റാക്കി വെക്കാനായിട്ടേ ഓൾമോസ്റ്റ് ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്ത് ഇതിൽ ഫില്ല് ചെയ്യാം കേട്ടോ.
ഇത് കണ്ടോ, ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫില്ലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെയും നമ്മൾ ബ്രെഡ് വെക്കണം, മൂടണം. എന്നിട്ട് കണ്ടോ, ബ്രൗൺ ബ്രെഡായി പോയി. ഏത് ബ്രെഡായാലും കുഴപ്പമില്ല, മുരിഞ്ഞ് വരുമല്ലോ. കണ്ടു, ഇപ്പോൾ ഞാൻ മുഴുവൻ ഫില്ല് ചെയ്തു ബ്രെഡ്. ഇതിപ്പോൾ ബ്രൗൺ ബ്രെഡ് ഉണ്ട്, മൾട്ടിഗ്രെയിൻ ഉണ്ട്, സാധാ ബ്രെഡ് ഉണ്ട്, എല്ലാ ബ്രെഡും ഉണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുഴുവൻ ഫില്ല് ചെയ്തു. എനിക്ക് മുട്ട തികഞ്ഞില്ലായിരുന്നു. ഞാൻ മുമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് 4 മുട്ടയൊക്കെ മതിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ 5ഉം 6ഉം എടുത്തിട്ടും ഫ്രിഡ്ജിലിരുന്നതായതുകൊണ്ട് ഇത്തിരി ഹാർഡായിട്ടുള്ള 2 ബ്രെഡ് ഉണ്ടായിരുന്നു. അത് കുറച്ചധികം ഇത് വലിച്ചെടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു മുട്ടയും കൂടി ഞാൻ ആഡ് ചെയ്തു. ഇനി ബാക്കിയുള്ള ഈ ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ഈ ഗ്യാപ്പിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഗ്യാപ്പിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ? ഇനി നമ്മളിത് മൂടി വയ്ക്കും. ഇനിയൊരു 20 മിനിറ്റ് മൂടാനേ പറയാം. പക്ഷേ 20 മിനിറ്റ് അല്ലാതെ നമുക്കൊരു സ്മെല്ല് വരുമല്ലോ. ആ സ്മെല്ല് വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അടിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മറ്റേ ഭാഗത്തേക്ക് ഇടണം. ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഒരു 15 മിനിറ്റൊക്കെ വെക്കുമ്പോഴേക്കും നമുക്ക് ആ സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് അടിയിൽ മുരിഞ്ഞിട്ടുണ്ടാവും. എല്ലാം വെന്തതാണല്ലോ, ഉള്ളിലത്തെ സാധനങ്ങളെല്ലാം വെന്തത് കൊണ്ട്. പിന്നെ എനിക്കിത് ഇത്രയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇനിയിപ്പം വല്ല സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുള്ളൂ. ഞാൻ ഓൾറെഡി ഇപ്പോൾ ബട്ടർ പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു പാത്രത്തിൽ. ഇതിലെനിക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ മുരിഞ്ഞ സ്മെല്ല് വരുന്നത്. ചിലപ്പോൾ 10, അത് ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെ സ്റ്റവിൻ്റെ അനുസരിച്ചിരിക്കും. ഞാൻ വളരെ സിമ്പിളായിട്ടിരിക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സ്മെല്ല് വന്നു തുടങ്ങി. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഈ ഭാഗം മുരിഞ്ഞ് വിട്ട് വരുവാണെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ തന്നെ കമുത്തിയെടുക്കാം. ഇത് വരുന്നുണ്ട്, ഈ ഭാഗം ശരിയായെന്നാണ് തോന്നണേ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇത് അങ്ങനെ തന്നെ ഇതിലേക്ക് ഇടാം. ഇത് ഞാൻ ഓണാക്കിയിട്ട്, ഗ്യാസ് ഓണാക്കിയിട്ട് ഈ ഇതിനെ അങ്ങനെ തന്നെ കമുത്തി വയ്ക്കും. അപ്പോൾ നമുക്ക് ആ ഭാഗവും മുരിഞ്ഞ് കിട്ടും. അവിടെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വയ്ക്കുമ്പോൾ ആ ഭാഗവും ഇപ്പം ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫൈനൽ പ്രോഡക്റ്റ് അപ്പോഴത്തേക്കും സ്മെല്ല് വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട്. ഇതാ കണ്ടോ, നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സുഖമായിട്ട് എടുക്കാൻ എനിക്ക് ഒരു കൈ കൊണ്ട് ഇത് പിടിക്കാനും ഒരു കൈ കൊണ്ട് അത് എടുക്കാനും പറ്റില്ല. അപ്പം ഞാൻ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, ഇത് കുഴപ്പമില്ല, ഒരു കേക്ക് പോലെയാണ് ഞാൻ കട്ട് ചെയ്യാറ്. അവർക്ക് കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് അവർ പറയട്ടെ. ഞാൻ പീസാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അവർ വന്നിട്ട് മുറിക്കാം. പീസാക്കിയിട്ട് അവർ ജോലി കഴിഞ്ഞ് വന്നു കഴിക്കാൻ പോവാണ്. ഇനി ഉണ്ടാക്കാറുണ്ട് കുറേ നാളായി. സോ വി ആർ ഗോയിങ് ടു ഹാവ് ഇറ്റ് അഗൈൻ. ശാബാസ്, യമ്മി. ഇതായി ടേസ്റ്റ്. ചിക്കനാ each one piece. It's so yummy amma. Super ഉണ്ട്. നാളെ റേച്ചലിൻ്റെ ഇവിടെ ബിരിയാണി കഴിച്ചിട്ട് ഇത് കഴിച്ചിട്ട് കുറേ വേണ്ടേ. ഇതോണന്നെയുള്ള ബിരിയാണി കഴിച്ചിട്ട് കഴിക്കണോണ്ട് ഒരു വിശപ്പില്ല. നല്ല രസമുണ്ട്. സോ യമ്മി. എനിക്ക് നൊസ്റ്റാൾജിയ വരുന്നത് കഴിച്ചിട്ട് കുറേ നാളായുണ്ട്. അപ്പോൾ സക്സസ്. ഓക്കെ. അപ്പോൾ അതായിരുന്നു ബ്രെഡ് പോളയുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്ക് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.